അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം നടത്തിയ എസ് നമുക്ക് നല്ലൊരു സന്ദേശം തന്ന നമ്മുടെ വികാരിയച്ഛൻ ഷാജി തെക്കുമുഖച്ച, അതുപോലെ ഇന്നത്തെ ഈ പരിപാടിക്ക് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന നമ്മുടെ രാജുവമ്പ, സണ്ണിച്ചാട്ടൻ, ഡോണ, ക്രിസ്റ്റാച്ച, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഈ വേദിയിൽ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം വെച്ചാൽ SLAയുടെ ആദ്യകാലം മുതലുള്ള എല്ലാ പരിപാടികൾക്കും പങ്കെടുത്ത വ്യക്തി എന്ന നിലയിൽ അന്ന് നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിലൊക്കെ അത്യാവശ്യം കുട്ടികളുണ്ടായിരുന്നുള്ളൂ. ഇന്ന് നിറഞ്ഞ് നിൽക്കുന്ന ഒരു സദസ്സായിട്ട് വന്നിരിക്കുക. അതിനെല്ലാം കാരണം ഈ ഒരു സ്ഥാപനം നമ്മുടെ പ്രദേശത്ത് വന്നത് തന്നെയാണ്. ഇത് ആരംഭിക്കുന്ന സമയത്ത് എന്നോട് ക്രിസ്റ്റാച്ചൻ കുറച്ച് കുട്ടികൾക്ക് താമസിക്കാനുള്ളൊരു സൗകര്യം ഒരുക്കി തരണമെന്ന് ആവശ്യപ്പെട്ടു. അത് നമ്മൾ ചെയ്തു. അതുപോലെ അത് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ പ്രദേശത്ത് പല വീടുകളുമായിട്ട് നിൽക്കുന്നുണ്ട് കുട്ടികൾ. അതെല്ലാം നമ്മുടെ നാടിന്, നമ്മുടെ പ്രദേശത്ത് ഒരു ഉണർവ് തന്നെ, അച്ഛൻ വെല്ലിച്ചൻ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ ഉണർവ് തന്നെയാണ് ഇവിടെ. അവിടെ നിന്ന് വരുന്ന ആ ഇൻകം നമ്മുടെ പ്രദേശത്ത് അത് ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ നാടിനൊരു ഉയർച്ച സമ്മാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ തൊടി പ്രദേശം കടന്നു പോകുന്നത്. ഇത് നമ്മളിപ്പോൾ ബിസിനസ് പരമായിട്ടാണെങ്കിലും കച്ചവടക്കാർക്കായാലും മറ്റേ വാഹനങ്ങളുടെ ഇപ്പം നമ്മുടെ അടുത്ത ദിവസം തന്നെ ഒരു പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾക്ക് വാഹനത്തിന് വേണ്ടിയിട്ട് നമ്മൾ അന്നൊരു സമരം ഉള്ളതുകൊണ്ടുണ്ട് വേറെ വാഹനം ഏൽപ്പിക്കാന്ന് വെച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ഒരു ബസ്സുകാരൻ എന്നെ വിളിച്ചു, ആ കുട്ടികൾ ഞങ്ങൾക്ക് തരണം, അത് ഞങ്ങൾ തുടർച്ചയായിട്ട് അവർ കൊണ്ടുപോയിക്കോളും, അതിന് പൈസയും കുറച്ച് കൊടുക്കാം, ഇങ്ങോട്ട് ആവശ്യപ്പെടുക. ഞാൻ അന്വേഷിച്ചപ്പോൾ അപ്പോൾ അതും അവർക്കൊരു ഗുണമാണ്. 10-25 കുട്ടികൾ ചെല്ലുമ്പോൾ അവരുടെ വാഹനത്തിന് നഷ്ടമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതെല്ലാം നമ്മുടെ പ്രദേശത്തെ ഈ സ്ഥാപനം വന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു ആത്മാർത്ഥത ചെയ്യുന്ന ഈ അച്ഛന്മാർക്ക് ഒരു ആശംസ പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പേരാവിൻ്റെ മണ്ണ് വിദ്യാഭ്യാസത്തിന് നല്ല വളർച്ചയുള്ള മണ്ണാണ്. ഇവിടെ വന്നിട്ട് പഠിച്ച കുട്ടികൾ ആരും തന്നെ ഇതുവരെയും പുറകോട്ട് പോയിട്ടില്ല. നമ്മുടെ പേരാവിൽ എന്ന് അറിയപ്പെടുന്നത് തന്നെ ജിമ്മി ജോർജിന്റെ പേരിലാണ്. ആ നാട്ടിൽ വന്ന ആരും ഇന്നവരെ ഇവിടുന്ന് സങ്കടപ്പെട്ട് പോകേണ്ടി വന്നിട്ടില്ല. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നന്നായിട്ട് പഠിക്കുക. ഇപ്പൊ നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ഉന്നത വിജയം നേടിയവര് നമ്മുടെ അമ്മയോടൊക്കെ നമ്മുടെ കുട്ടികളാണ്. അപ്പൊ അവരൊക്കെ ഉന്നത വിജയം നേടി ഇവിടെ ഇരിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ നിങ്ങൾ വരുമ്പോൾ ഞങ്ങളെയൊക്കെ കാണുക, നിങ്ങളുടെ ആ ഉന്നതത്തെക്കുറിച്ച്, ഉന്നത വിജയത്തെക്കുറിച്ച് ഞങ്ങളോട് സംസാരിക്കുക. അപ്പൊ ഞങ്ങൾക്കൊരു പ്രചോദനമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ, ഇനിയുള്ള കുട്ടികളും അടുത്ത പ്രാവശ്യം ലെവലിൽ ഇരിക്കേണ്ടവരാണ്. ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം എല്ലാവർക്കും ഓണത്തിന്റെ മംഗളാശംസകൾ കൊടുക്കുന്നു. ഇന്നത്തെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ ഇടയിൽ ഓടി വന്ന് നമുക്ക് വേണ്ടി സമ്മാനദാന ചടങ്ങും നല്ല ഒരു സന്ദേശമൊക്കെ നൽകിയ നമ്മുടെ ബഹുമാനപ്പെട്ട ഷാജി അച്ഛന് പ്രത്യേകം നന്ദി പറയുന്നു. അച്ഛൻ്റെ തിരക്കുകൾ ഉള്ളത് കൊണ്ട് അച്ഛൻ നമ്മുടെ ഈ വേദിയിൽ നിന്നും ഇപ്പോൾ താൽക്കാലികമായിട്ട് പോവുകയാണ്. നല്ലൊരു കയ്യോടിയോടുകൂടി അച്ഛന് നന്ദി പറയാം. ബഹുമാനപ്പെട്ട നമ്മുടെ വാർഡ് മെമ്പർ രാജു ചേട്ടനും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. ഈ പ്രോഗ്രാമിന് വേദി ഒരുക്കി തന്ന തുണ്ടി സഹകരണ ബാങ്ക് പ്രസിഡന്റ് മിസ്റ്റർ സണ്ണി ശ്രീയാക്കിനെ ആശംസ അറിയിക്കാനായി ക്ഷണിക്കുന്നു. ബഹുമാനായ അധ്യക്ഷൻ ഫൈസൽ അച്ഛൻ, അതുപോലെ തന്നെ ലിജു അച്ഛൻ, ക്രിസ്റ്റു അച്ഛൻ, റോണ, പഞ്ചായത്ത് മെമ്പർ ബാബു, നമ്മുടെ മാവേലിയായിട്ടിരിക്കുന്ന അലൻ, ഇവിടെ വിജയം കരസ്ഥമാക്കിയ 22ഓളം വിദ്യാർത്ഥികൾ, ഇനി വിജയം കരസ്ഥമാക്കാനിരിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കുന്നവർ, ഇവിടെ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ട സിസ്റ്റേഴ്സ്, ഇവിടുത്തെ മാതാപിതാക്കളെ, നല്ലവരായ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, എനിക്ക് തോന്നുന്നത് 3ാമത്തെ പ്രാവശ്യമാണ് നിങ്ങളുടെ ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്ന് 1-2 പരിപാടികളിലേക്ക് പങ്കെടുത്തപ്പോൾ ക്രിസ്തുവച്ചൻ്റെ വോയിസ് മെസ്സേജ് ഇന്ന് കാലത്താണ് ഞാൻ കണ്ടത്. പല ദിവസങ്ങളും വോയിസ് നോക്കിയിട്ടില്ല. ഇന്ന് രാവിലെ വോയിസ് കണ്ട് എൻ്റെ പ്രോഗ്രാം വേറെ ഒന്നാണ് കട്ട് ചെയ്ത് നേരെ 11:30 മണിക്ക് ഇവിടെ എത്തിയത്.
നേരത്തെ നമ്മുടെ വികാരിച്ചൻ പറഞ്ഞതുപോലെ ഈ സഭ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിദ്യാർത്ഥികളെ വിടാൻ മാതാപിതാക്കൾക്ക് മടി കൂടാതെ അയക്കാം എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ കാണുന്ന ഈ കുട്ടികളുടെ വിജയം. ഇവരുടെ ജീവിതത്തിലും അടുക്കും ചിട്ടയും. ഞാനിപ്പോൾ വേറെ നമ്മുടെ കാർമലിൻ്റെ ഗവൺമെൻറ്റിൻ്റെ സ്കൂളിൽ ഓണാഘോഷ പരിപാടി പങ്കെടുത്ത് വരുന്നതാണ്. 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടികളുടെ പെർഫോമൻസ് അത് കാണുമ്പോൾ അവരുടെ ടീച്ചേഴ്സിൻ്റെ എത്രമാത്രം കഠിനാധ്വാനത്തിലാണ് അവർ ആ കുഞ്ഞുങ്ങളെ അതിലേക്ക് വളർത്തിയെടുക്കുന്നത്. അതുപോലെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ 2 അച്ഛന്മാർ അവരുടെ ആഹോരാത്രം രാപ്പകല് നിങ്ങളിൽ തന്നെയാണ് അവരുടെ ചിന്തകൾ. ക്രിസ്റ്റോച്ചനും ബിജോച്ചനും 24 മണിക്കൂർ ഉറക്കത്തിൽ പോലും നിങ്ങളുടെ ചിന്തകളാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്രയോ സമയമാണ് അവരവിടെ ചെലവഴിക്കുന്ന സ്കൂൾ ആ കോളേജിൽ. ഈ 122ഓളം കുട്ടികളെ അവിടെ വിദ്യാഭ്യാസം 120 കുട്ടികൾ വിദ്യാഭ്യാസത്തിന് അവിടെ നിന്ന് വളർന്നു വരുമ്പോൾ നേരത്തെ അച്ഛൻ പറഞ്ഞ തുണ്ടിയുടെ അഭിമാനമായി മാറുകയാണ് നിങ്ങൾ. ഒരു നാടിൻ്റെ വളർച്ചയ്ക്ക് ഈ പ്രദേശത്ത് നിന്ന് ഇത്രയും മക്കൾ വിദേശ രാജ്യങ്ങളിൽ പോയി ഒരു രാജ്യത്തിലേക്ക് നിങ്ങളുടെ സംഭാവന വരുന്നതാണ്. നിങ്ങളുടെ സമ്പത്ത് ഒരു രാഷ്ട്ര വളർച്ചയ്ക്ക് അതിനെ ഭാഗമാവുകയാണ്. ഈ രാജ്യത്തിൽ നിന്ന് അന്യരാജ്യങ്ങളിൽ പോയി നിങ്ങളുടെ കഠിനാധ്വാനം ചെയ്ത് അവിടുത്തെ സമ്പത്ത് നമ്മുടെ രാജ്യത്തേക്ക് എത്തുമ്പോൾ ഒരു രാഷ്ട്ര വളർച്ചയ്ക്ക് പങ്കുകാരാകുകയാണ് നിങ്ങൾ നേരത്തെ ക്രിസ്തുവായിട്ട് പറഞ്ഞ നിങ്ങളുടെ അധ്വാനം, പഠനം അതൊക്കെ നിങ്ങളുടെ വിജയത്തിലേക്ക് എത്തി, നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് എത്തി, നിങ്ങളുടെ മാതാപിതാക്കളുടെ സന്തോഷം നിങ്ങളുടെ തലമുറകളിലേക്ക് അത് വരുമ്പോൾ ഈ നാടിന് അഭിമാനിക്കാവുന്ന ഒട്ടനവധി കാര്യങ്ങളാണ്. എവിടെ നിന്നാണ് നിങ്ങൾ വളർന്നു വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനം. എൻ്റെ നാട്, എൻ്റെ പ്രദേശം, എൻ്റെ പ്രദേശത്ത് നിന്ന് ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർ വളർന്നു വന്ന് അവരുടെ ജീവിത നിലവാരം മാറുമ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷമാണ്. നേരത്തെ അവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന ഒരു കുട്ടികളാണ് പഠിക്കുന്നത്. ഞങ്ങൾക്ക് പൊതുപ്രവർത്തകരായ ആളുകൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുള്ള പെരുമാറ്റം, അവരുടെ ഭക്ഷണം കഴിക്കുന്നതിനുള്ള അഭിപ്രായ വ്യത്യാസമില്ലാതെ അവർ തരുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നു, നിങ്ങൾ അതിനകത്ത് ചേർന്ന് നിൽക്കുന്നു, നിങ്ങൾ അതിനകത്ത് പങ്കാളിത്തം വഹിക്കുന്നു. അപ്പോൾ ഈ കുട്ടികളെ പറ്റി യാതൊരു അഭിപ്രായ വ്യത്യാസവും നിങ്ങൾ നിൽക്കുന്ന വീടുകളിൽ നിന്ന് പോലും ഞങ്ങൾ അന്വേഷിക്കും. നിങ്ങൾ ഡിസിപ്ലിനാണ് ഈ ടൗണിൽ കൂടെ നടത്തുന്നത്. അതുപോലെ മറ്റു കുട്ടികൾ ഒരുപാട് കുട്ടി, എനിക്കൊരു 300 കൂടുതൽ 500 കൂടുതൽ കുട്ടികൾ ഇപ്പോൾ ഈ നാട്ടില് പല വീടുകളിലും പല സ്ഥലങ്ങളിലുമായി നിന്ന് പഠനം, സ്പോർട്സ്, മറ്റു കാര്യങ്ങൾക്കൊക്കെ നിൽക്കുമ്പോഴും നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലെ കുട്ടികളെ പറ്റി ഒരു അഭിപ്രായം, മറ്റു കുട്ടികളെ പറ്റി അഭിപ്രായം കേട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ തന്നെ പറയാൻ ആഗ്രഹിക്കുക. അപ്പോൾ നിങ്ങളെ പറ്റി അഭിപ്രായം പറയാതിരിക്കാനുള്ള അഭിപ്രായ വ്യത്യാസം പറയാതിരിക്കാൻ കാരണം എന്താ? നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും കരുതലോടുകൂടി ഇവിടുത്തെ ഫാദേഴ്സ് നിങ്ങളുടെ കണ്ണിൽ ഉണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിൽ നിങ്ങളുടെ ഓരോ ചലനങ്ങളും നിങ്ങളുടെ പഠന സമയം കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു, ആരാണ് നിങ്ങളുടെ കൂട്ടുകെട്ട്, അത്ര പോലും അവർ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് അതിന് യാതൊരു വിധ പോറലേൽക്കാതെ നിങ്ങളത് തിരിച്ചും അങ്ങോട്ട് കാണിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ കണ്ടു കുറേ കുട്ടികൾ റീൽസൊക്കെ നല്ലതാണ്, എല്ലാം വേണം നമുക്ക്. പക്ഷെ നമ്മൾ അതിനു വേണ്ടിയല്ലല്ലോ. ജീവിതം എന്ന് പറയുന്നത് ഇന്നത്തെ ആഘോഷവും ഇന്നത്തെ ഉത്സാഹവും ഒക്കെ കഴിയും. അപ്പം നമ്മൾ ജീവിതത്തിൽ നിങ്ങൾ ചെറുപ്രായത്തിൽ 22, 20, 22, 23 വയസ്സേയും നിങ്ങൾ 25, 26 വിവാഹം കഴിക്കുമ്പോൾ അതിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അടിത്തറ ഉണ്ടാകണം. എന്ത് വേണം? നമ്മൾ ചെറുപ്പത്തിലെ കെട്ടുറപ്പുള്ളൊരു സംവിധാനത്തിലേക്ക് കടന്നു പോകണം. നിങ്ങൾ എൻ്റെ രാജ്യത്തിലേക്ക് പോയി സമ്പാദിക്കുന്ന സമ്പാദ്യം വളരെ കൃത്യമായി വിനിയോഗിക്കണം. ആ വിനിയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ഒരു ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. ലക്ഷ്യത്തിലെത്തുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ചെലവഴിക്കാൻ പല സാഹചര്യങ്ങളും അന്യരാജ്യങ്ങളിലുണ്ട്. ഇനി നിങ്ങളുടെ പുറകെ ആരും അച്ഛന്മാരോ നിങ്ങളുടെ മാതാപിതാക്കളോ വരില്ല. നിങ്ങളൊരു വിശ്വാസം, നിങ്ങളുടെ തലമുറകളിലേക്ക് ഒരു വിശ്വാസം, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ദൈവവിശ്വാസത്തിലെ നമ്മളെ വളർത്തിയ മക്കള്, അവിടുത്തെ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങളെ പഠിപ്പിക്കുന്നതും വളർത്തുന്നതും നിങ്ങൾ അധ്യാപകരാണ്. അവർക്കൊക്കെ നിങ്ങൾ അന്യരാജ്യങ്ങളിൽ പോയി വലിയ നിലയിൽ എത്തുമ്പോൾ ഒരു കുട്ടി പോലും ഏതെങ്കിലും രാജ്യത്ത് പോയി നശിച്ചുപോയി പല കൂട്ടുകെട്ടുകളിലേക്ക് സാഹചര്യങ്ങളുള്ളപ്പോൾ നമ്മൾ വളർന്ന സാഹചര്യങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ ഏത് രാജ്യത്തോ ഏത് ലോകത്തോ പോകുമ്പോഴും നമ്മുടെ ഓർമ്മകളിൽ നിന്നും നമ്മൾ പഠനകാലത്തെ നമ്മുടെ വീടിനെയും മറക്കാതെ ആ വളർച്ചയിലേക്ക് പോകുമ്പോഴാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നത്.
അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനി ആശംസകൾ പറയാൻ ഇവിടെ ആളുകളുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ വിജയത്തിനും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസ അറിയിക്കാനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഞാൻ പ്രിപ്പയർ ചെയ്തൊന്നുമല്ല ഇവിടെ വന്ന് നിൽക്കുന്നത്, അതുകൊണ്ട് ഇതിൽ തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആദ്യമായി തന്നെ ഈ ഫ്രണ്ട് വരയിൽ ഇരിക്കുന്ന എന്റെ സ്റ്റുഡൻസിന് ഞാൻ പറയാൻ കൂടി ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻസ് ഞാൻ തരികയാണ്. ഒരുപാട് ഹാപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ. കാരണം നിങ്ങൾ ഓരോരുത്തരെയും കാണുമ്പോൾ നിങ്ങൾ എത്രമാത്രം എഫേർട്ട് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ഇതിന്റെ പിന്നിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം നിങ്ങളിപ്പോൾ എന്താണോ നിങ്ങളുടെ വികാരം ഇപ്പൊ എന്താണെന്നുള്ളത് എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ ഒരു സമയത്ത് ഇതേപോലെ ഞാനും സ്റ്റേജിൽ വന്ന് ഇതേപോലെ സമ്മാനമൊക്കെ അച്ഛന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങി പോയി. ഇപ്പൊ വീണ്ടും അതേ സ്റ്റേജിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. അതിൽ ഞാൻ ദൈവത്തിന് ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. കാരണം ഇത്രയും ലക്കിയാണ് ഞാൻ എന്നതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. അതിനെനിക്ക് അവസരം ഒരുക്കി തന്നത് ഞാൻ +2 കഴിഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ എന്റെ ചിന്തയിലും ഇങ്ങനെയില്ലായിരുന്നു ജർമ്മൻ പഠിക്കുക, അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നിട്ടില്ല. പക്ഷെ കേൾക്കുന്നുണ്ട് ജർമ്മൻ പഠിച്ചാൽ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ജർമ്മനി ചെന്ന് നഴ്സിംഗ് പഠിക്കാം, നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാം എന്നുള്ള കാര്യമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഞാൻ +2 കഴിഞ്ഞ് ഇറങ്ങിയ പാടെ ഇവിടെ തൊണ്ടയിൽ SLA സ്റ്റാർട്ട് ചെയ്യുകയും അതിൽ ഫസ്റ്റ് ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്യാൻ എനിക്ക് കഴിയുകയും ചെയ്തു. കഴിഞ്ഞ മാർച്ചിൽ ഞാൻ പാസ് ഔട്ട് ആവുകയും ഓഗസ്റ്റ് മാസം ആയപ്പോൾ തന്നെ ഓഗസ്റ്റ് ലാസ്റ്റ് ആയപ്പോൾ തന്നെ എനിക്ക് ജർമ്മനിയിൽ എത്തിച്ചേരാൻ കഴിയുകയും ചെയ്തു. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയറിലേക്ക് കയറാൻ പോവാണ്. എനിക്ക് 4 ആഴ്ചത്തെ ലീവ് കിട്ടിയപ്പോൾ ഇവിടെ വരാൻ സാധിച്ചു, നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ചു. അതിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. ജർമ്മനിയെ പറ്റി പറയുകയാണെങ്കിൽ അതേ 1 വർഷമായിട്ടുള്ളൂ. എനിക്കും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടെന്നൊന്നും ഞാൻ പറയില്ല. 1 വർഷം കൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ ഉള്ള ഒരു സ്ഥലമല്ല. ശരിയാണ്, നിങ്ങൾ കാണുന്നുണ്ട് റീൽസ് അത് ഇതൊക്കെ, നല്ല വശങ്ങൾ മാത്രമേ നിങ്ങൾ എപ്പോഴും കാണുന്നുള്ളൂ. ഒരുപാട് വ്യത്യാസപ്പെട്ടതാണ്. എനിക്കതൊന്നും ഇവിടെ നിന്ന് സെന്റൻസുകൾക്കൊട്ട് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കിക്കുക എന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് വ്യത്യാസങ്ങളുള്ള സ്ഥലങ്ങളാണ്, നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യും. പിന്നെ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വിചാരിക്കും അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ ഉണ്ടെങ്കിൽ തട്ടിക്കൂട്ടാം, സീനില്ല എന്നെല്ലാം വിചാരിക്കും. നമ്മളെല്ലാവരും ഫീൽഡിൽ വർക്ക് ചെയ്യേണ്ടവരാണ്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യേണ്ടവരാണ്. അവിടെ കൂടുതലായിട്ടുള്ളത് ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾക്കറിയാം, ഓൾഡ് ഏജിലുള്ള പീപ്പിൾസ് ആയിരിക്കും. അപ്പോൾ അവർക്കൊന്നും ഇംഗ്ലീഷിന്റെ ABCD പോലും അറിയത്തുണ്ടാവില്ല. ജർമ്മൻ മാത്രമാണ് നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഏക വഴി. അപ്പം ലാംഗ്വേജ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും ഈ അച്ഛന്മാർ നമുക്ക് ഇവിടുന്ന് തരുന്ന ഓരോ ടിപ്സും എത്ര വലിയ കാര്യങ്ങളാണെന്നുള്ളത് എനിക്ക് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിൽ പറയുന്ന ഓരോ ചെറിയ കാര്യങ്ങളും നമുക്കത് ഉപകാരപ്പെടും എന്നുള്ളത് ഞാൻ അവിടെ എത്തുമ്പോൾ അവിടുന്ന് ഓരോ കാര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ എനിക്കത് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്കും ഈ ഫ്രണ്ടിലിരിക്കുന്നവരെ പോലെ ബാക്കിലിരിക്കുന്നവർക്കും കുറച്ചു കാലം കഴിയുമ്പോൾ ഇതേപോലെ ഫ്രണ്ടിൽ വന്നിരിക്കാൻ സാധിക്കട്ടെ ഇതും കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി. കരസ്ഥമാക്കിയ സ്റ്റുഡൻസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആതിര PV, ആൽവിൻ തോമസ്, സിഞ്ചു മേരി മാത്യു, റോസ് മാത്യു.
ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രേവതി രാധാകൃഷ്ണൻ, ആതിര സുരേഷ്, സാന്ദ്ര ബിജു, അനന്യ കെ എസ്, റോസ്മേരി അബ്രഹാം, താങ്ക് യു ഫാദർ. ക്രിസ്റ്റോച്ച, പ്രൈസച്ച, സണ്ണിച്ചേട്ട, റോച്ചേട്ട, എല്ലാവർക്കും ആദ്യം നമസ്കാരം. ഇവിടെ ഒരു മറുപടി പ്രസംഗം പറയാനാണ് വിളിച്ചത്. പക്ഷെ അത്ര പ്രിപ്പയർഡ് ഒന്നും അല്ല ഞാൻ. കാരണം ഒരു വർഷത്തെ SLA പങ്കുവെക്കാൻ ഒരു പ്രത്യേക പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല എനിക്ക് തോന്നി. ആദ്യം തന്നെ ഈ അവസരം നൽകിയ ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം April 8 ബാച്ചിലാണ് ഫസ്റ്റ് ഞാൻ SLA വരുന്നത്. അന്ന് ജർമ്മൻ പഠിക്കുന്ന ആഗ്രഹം മാത്രമേ മനസ്സിലുള്ളൂ. കാരണം ഒരു ABCD എന്നുള്ള വാക്ക് പോലും അറിയേണ്ട വന്നത്. അപ്പോൾ ക്രിസ്റ്റോച്ചൻ പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടിട്ട് അഡ്മിഷൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ ആശ്രമത്തിലേക്ക് ഞാനും എൻ്റെ ഫാമിലിയും കൂടെ വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അവളുടെ ജർമ്മൻ പഠിക്കുന്നതൊക്കെ ഓക്കെയാണ്, പക്ഷെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ അച്ഛൻ അന്ന് ഞാൻ പറഞ്ഞു അച്ഛൻ ഓക്കെയാണ്, ഞാൻ നല്ല ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ അന്നും ഒരു പ്രിപ്പറേഷൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അങ്ങനെ ABCD എന്നുള്ള വാക്ക് അറിയാതെ വന്ന് എനിക്ക് നമ്മുടെ വിജയച്ചനും ക്രിസ്റ്റോച്ചൻ പറഞ്ഞു നമ്മളുടെ പറ്റും പഠിക്കാൻ പറ്റും. അപ്പം ക്രിസ്റ്റോച്ചൻ ഒപ്പം തന്നെ വിജോച്ചൻ പറയും ABC എന്നുള്ള വാക്ക് പഠിപ്പിച്ചു. അങ്ങനെ ഇങ്ങനെ ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വലിയ പങ്കും മുഴുവൻ പങ്കും നമ്മുടെ ക്രിസ്റ്റോച്ചനും വിജോച്ചനുള്ളത് തന്നെയാണ്. അതിൽ ഒത്തിരി സ്നേഹം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഒരു വർഷക്കാലം ഞാൻ +2 കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഒരു കോളേജ് ലൈഫോ ഒരു നല്ല ലൈഫോ ഇനി നമുക്ക് ഈ നാട്ടിൽ കിട്ടത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഈ ഒരു എന്നെ അച്ഛന്മാർ പഠിപ്പിച്ചിട്ടില്ല, ഒരു ഫുള്ള് സാറുമാരും ടീച്ചേഴ്സിനൊക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അച്ഛന്മാർ പഠിപ്പിക്കാൻ സ്ട്രിക്റ്റ് ആയിരിക്കും, കാരണം വലിയ എൻജോയ്മെന്റ് ഉണ്ടാവില്ല. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫായിരുന്നു SLA എന്ന് പറയുന്നത്. ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ചൊരു വർഷക്കാലമായിരുന്നു. ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടി. ഇനി മുന്നോട്ട് ഓർമ്മിക്കാൻ ഒത്തിരി ഓർമ്മകളുണ്ട് ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ച എൻ്റെ പാരൻസ്, നമ്മുടെ എല്ലാവരുടെയും ഭാഗമായിട്ട് ഇവിടെ നിൽക്കുന്നത് ഞാൻ. നമ്മുടെയൊക്കെ പാരൻസ്, അതായത് അച്ഛന്മാർ, ഒത്തിരി ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്നീ ദിവസം ഇങ്ങനെ ഒരു പരിപാടി എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതുവരെയും കണ്ടിട്ടില്ല. നമുക്കൊരു തൊപ്പിയൊക്കെ വെച്ച് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഡോണ മിസ്സൊക്കെ കഴിഞ്ഞ വർഷം സമയത്ത് ഞാൻ ആ പുറകിലിരിക്കുന്ന സമയത്ത് മിസ്സൊക്കെ ഞാൻ വിചാരിച്ചു അടുത്ത വർഷം എങ്കിലും എനിക്കിങ്ങനെ വരാൻ സാധിക്കുമെന്ന് അറിയിച്ച് അന്ന് ഞാൻ പോയത്. അത് തന്നെ ഈ വർഷം എനിക്ക് സാധിച്ചു. ഒത്തിരി താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ മിസ്സുമാർ, മരിയ മിസ്, മരിയാഞ്ജലി മിസ്, അർജുൻ സാറ്, ഒത്തിരി ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പഠിക്കാനാണെങ്കിലും ഡൗട്ടൊക്കെ ഏത് രാത്രി ചോദിച്ചാലും അവരൊക്കെ റെഡിയായിരുന്നു പറഞ്ഞു തരാനായിട്ട്. അപ്പം ഈ ഒരു വിജയം ഞങ്ങളുടെ വിജയമാണ്. പക്ഷെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഞങ്ങൾ മാത്രമല്ല, ഇവരെല്ലാവരുമാണ്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നതിനോടൊപ്പം ഈ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്തത് നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും, പിന്നെ എനിക്ക് ആരും അറിയത്തില്ല, ഒത്തിരി ആൾക്കാരാണ്. അപ്പം അവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. കുട്ടികളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമ്മുടെ ഇടയിലായിരുന്ന് നമ്മളോട് നല്ല വാക്കൊക്കെ പറഞ്ഞ് തിരക്കുണ്ടായിട്ട് ഇവിടുന്ന് പോകുന്ന സണ്ണി ചേട്ടനും അതോടൊപ്പം തന്നെ ബാബു ചേട്ടനും ഹൃദയത്തിന്റെ ഭാഷയിൽ ആദ്യമേ നന്ദി പറയുകയാണ്. നല്ലൊരു പേര്. നന്ദി പറയുക എന്നത് വലിയൊരു കടമയായിട്ട് എനിക്ക് തോന്നുകയാണ്. കാരണം നന്ദി നിറഞ്ഞ മനസ്സോടുകൂടെ തമ്പുരാന്റെ മുമ്പിലായിരിക്കുമ്പോൾ ഹൃദയം അറിയാതെ നിറഞ്ഞു പോവുകയാണ്. കാരണം ഇവിടെ 22 പേര്, ഇപ്പോ ഈ വിജയികളായിട്ടുള്ള 22 പേര്, അതിനു മുൻപ് വിജയികളായിട്ടുള്ള കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയുമായിട്ട് 65 പേരുടെ ഫോട്ടോസ്, അതിൽ ഒരുപാട് പേരെ ഇവിടെ കാണാൻ സാധിക്കുന്നു. SLAയുടെ വിജയം എന്നുള്ളത് അത് എപ്പോഴും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം SLA എന്നുള്ളത് ഒരു കുടുംബമാണെന്നും ആ കുടുംബ അന്തരീക്ഷത്തില് നിങ്ങളൊക്കെ
ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടെന്നുള്ളതും കൂടെ ആദ്യമേ തന്നെ സ്നേഹത്തോടുകൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യമേ തമ്പുരാനും പരിശുദ്ധമ്മയ്ക്കും നന്ദി പറയുന്നതോ, അതോടൊപ്പം ഇന്നത്തെ ഈ പരിപാടികളെ ഉദ്ഘാടനം ചെയ്ത SLAയുടെ പ്രൊവിൻഷ്യൽ കൗൺസിൽ ഇൻചാർജ് ഫോർ SLA റൈസച്ചന് ഏറ്റവും ഹൃദയത്തിന്റെ ഭാഷയിൽ ആദ്യമേ നന്ദി പറയുന്നു. റൈസച്ചൻ ഇന്നലെ തിരുവനന്തപുരത്തൊരു മീറ്റിംഗ് ബിജോജിനോട് കൂടെ പങ്കെടുത്തതിന് ശേഷമാണ് അതിരാവിലെ 2 മണിയോടുകൂടിയാണ് നമ്മുടെ ഭവനത്തിലേക്ക് വരിക. ഏതൊരു കാര്യത്തിനും 3 സെന്ററിലെ SLAയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയും ഈ ഇവിടെ നിന്ന് പഠിച്ച് പാസ്സാകുന്ന പിള്ളേരുടെ പ്ലേസ്മെന്റിന് വേണ്ടിയും തന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിക്കുമ്പോൾ ഒത്തിരി ഉത്തരവാദിത്തം ഉണ്ടായിട്ടും SLAയ്ക്ക് വേണ്ടി അച്ഛൻ ഒരുപാട് സമയം മാറ്റിവെക്കുന്നുണ്ട്. ആ സ്നേഹത്തിന് SLAയോട് കാണിക്കുന്ന ആ കരുതലിന് നന്ദി. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു മീറ്റിങ്ങിന് അധ്യക്ഷനായ നമ്മുടെ ബിജോയിച്ചൻ നമ്മുടെ SLAയുടെ നട്ടെല്ലാണ്. ബിജോയിച്ചനെ കുറിച്ചൊന്നും ഞാൻ ഇനി കൂടുതൽ പറയണ്ട, കാരണം ഇവിടെയുള്ള ആർക്കും ഞാൻ ഇനി ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. നന്ദി ബിജോയിച്ച, നന്ദി. ഇന്നേ ദിവസം നമ്മളോടൊപ്പം ആയിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി സമ്മാനദാന ചടങ്ങുകളിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ നല്ല വാക്കുകൾ പറയുകയും ചെയ്ത ഷാജി അച്ഛൻ, സണ്ണിച്ചേട്ടൻ, രാജ് മെമ്പർ, ബാബു മെമ്പർ, അതോടൊപ്പം തന്നെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള ഡോണ, ഇവരെല്ലാം ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകൾ നമ്മൾ പതിയെ അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഏറ്റവും അവസരത്തെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഏറ്റവും മനോഹരമായി തീരാനായിട്ട് ഇതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ആളുകളുണ്ട്. അതില് ഏറ്റവും പ്രധാനമായിട്ട് ഓണാഘോഷ കമ്മിറ്റിയുടെ ചീഫ് കോർഡിനേറ്റേഴ്സ് ആയിട്ട് വിദ്യാർത്ഥികളുടെ ഇടയിൽ നോബിളും അതോടൊപ്പം സജനയും ആൽബിയോട് ചേർന്ന് പ്രവർത്തിച്ച ഒരു ടീമാണ്. എല്ലാ ക്ലാസ്സിലെ റെപ്രസെന്റേറ്റീവ്സ് ഈ ഒരു 3 പേരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വളരെ ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്ത് ഇന്നൊരു ലാഗുമില്ലാതെ ഭംഗിയായിട്ട് എല്ലാ പ്രോഗ്രാംസും നടന്നു പോവുകയുണ്ടായി. അതുകൊണ്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ SLA കുടുംബത്തിന്റെ പേരിൽ അവർക്ക് ഓരോരുത്തർക്കും നന്ദി പറയുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികള് എല്ലാവരും ഇന്നത്തെ ഈ പ്രോഗ്രാം മനോഹരമാക്കാനായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ അധ്യാപകര്, അവരെയും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾ നിൽക്കുന്ന ഭവനങ്ങളിൽ നിന്നും പലര് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഒച്ചചേട്ടനുണ്ട്, ജിമ്മിച്ചേട്ടനുണ്ട്, കുട്ടിമ ചേച്ചിയുണ്ട്, ബാബു ചേട്ടനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഔസേപ്പേട്ടനും റോസമ്മ ചേച്ചിയും ഉണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ ഏതാനും ചിലർ വന്നിട്ടുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞ് നന്ദിയോടുകൂടി ഓർക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് ഈ ഇരിക്കുന്ന കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് കയ്യില് സമ്മാനമൊക്കെ ആയിട്ടിരിക്കുന്ന ഈ 22 പേർക്കും SLAയോടൊപ്പം ആയിരുന്നതിന്, SLAയില് ഹൃദയപൂർവ്വം നിങ്ങൾ ചിലവഴിച്ച സമയത്തിന്, നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഇന്ന് അഭിമാന പുരസ്സരം SLAയുടെ ഏറ്റവും അഭിമാനമായിട്ട് ഞങ്ങളുടെ മുമ്പിലായിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.